CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടി. പച്ചനാട്ടുകര ചോളോടെ കുട്ടിയുടെ വീടും കുട്ടി പഠിച്ചിരുന്ന സ്കൂളും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ, പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള KK ഷാജ്, ലിജാരാജ് എന്നിവർ സന്ദർശിച്ചു. കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള പുലാമന്തോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ വൻ തട്ടിപ്പ്. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്റ്റേഷനറി, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ നൽകിയതിന്റെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് 34 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റ്. നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള മദീന റഹീം തട്ടുകടയിൽ മോഷണം. നറുക്കോട് പട്ടിശ്ശേരി വീട്ടിൽ അബൂബക്കർ, നിസാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് മോഷണം നടന്നത്. കടയുടെ പിറകുവശത്തെ ഗ്രില്ലിന്റെ അടിഭാഗം പൊളിച്ച നിലയിലാണ് കണ്ടത്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടി. പച്ചനാട്ടുകര ചോളോടെ കുട്ടിയുടെ വീടും കുട്ടി പഠിച്ചിരുന്ന സ്കൂളും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ, പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള KK ഷാജ്, ലിജാരാജ് എന്നിവർ സന്ദർശിച്ചു. ആശിർ നന്ദയുടെ മാതാപിതാക്കളായ പ്രശാന്ത് കുമാറിനോടും സജിതയോടും കമ്മീഷൻ വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മകളുടെ മരണത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നിയമ നടപടികൾ എടുക്കണമെന്ന് മാതാപിതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രശ്നത്തെ വളരെ ഗൗരവമായി തന്നെ സമീപിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനമുണ്ടാകാൻ കമ്മീഷന് താൽപര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അധ്യാപകരെ മാറ്റി നിർത്തിക്കൊണ്ട് യാതൊരു ഫലമില്ലെന്നും കൃത്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അതിന്മേൽ നിരീക്ഷണം ഉണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. CBSE പോലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം ഉണ്ടാകണമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സ്കൂളുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ലഭ്യമാവുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾ വല്ലാത്ത നിലയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇത്തരം CBSE ബേസ്ഡ് സ്കൂളുകളിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യും. അതിൽ ഞാൻ അതാണ് പറഞ്ഞത്, ഈ അവിടങ്ങളിലൊക്കെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആയിട്ടുള്ള നിയമനിർമ്മാണം അവിടെ ഉണ്ടാവണം. കുട്ടികളെ അനാവശ്യമായിട്ട് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥ ഇത്തരം സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടണോ വേണ്ടിയോ എന്നുള്ളത് രക്ഷിതാക്കൾ കൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അവർക്ക് വെറും പഠനം മാത്രം എന്ന് പറഞ്ഞാൽ അവരെ ട്രെയിനിങ്, സർക്കസിലുള്ള പോലെ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിക്കും അപ്പുറത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ സന്തോഷകരമായ ഒരു സാഹചര്യമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് കൗൺസിലിംഗ് കൊടുക്കാൻ അതെ JJ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ കൂടെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ എന്നുള്ള പോലീസുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിനും നൽകും. അപ്പോൾ തന്നെ കൗൺസിലിംഗ് കുട്ടികൾക്ക് നൽകാൻ തീരുമാനിക്കണം. തീർച്ചയായും അതിപ്പോൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ, അവിടെ മാനസിക സംഘർഷങ്ങളുള്ള കുട്ടികളെ പ്രത്യേകിച്ച് അവർക്ക് കൗൺസിലിംഗ് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടെ കമ്മീഷൻ ഏതായാലും ഈ കാര്യത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് ഈ കാര്യങ്ങൾ തുടർ നടപടികൾ കമ്മീഷൻ പരിശോധിക്കും. മരിച്ച കുട്ടിക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളും കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ടെന്നും തുടർന്നും കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നടത്താനുള്ള നിർദ്ദേശം നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും കമ്മീഷനോട് ആവശ്യപ്പെട്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അറിയിച്ചു. കൂടാതെ കുട്ടിയിൽ നിന്നും എഴുതി വാങ്ങിയ കത്തിന്റെ കോപ്പി മൊബൈലിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അത് മൊബൈലിൽ കാണുന്നില്ലെന്നും വീട്ടുകാർ പറയുന്നുണ്ടെന്നും KPM സലീം കമ്മീഷനെ അറിയിച്ചു. ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണം വേണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പിന്നെ നേരത്തെ കുട്ടിയുടെ കയ്യിൽ നിന്ന് പിന്നെ 8ാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്തിയിരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മതമാണ് എന്ന് എഴുതി വാങ്ങിച്ച ഒരു കത്ത് അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ആ ഫോണിൽ കാണുന്നില്ല. അവരറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലോ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. എന്നാൽ അവർക്ക് എഴുതാൻ വേണ്ടി കൊടുത്ത മോഡൽ കത്ത് സ്വാഭാവികമായിട്ട് ആ ഫോണിൽ നിലവിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൂടെ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പിന്നെ ആ ഫോണിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്ന് കമ്മീഷൻ മുമ്പിൽ ബോധ്യപ്പെടുത്തി. CCN ചത്തല്ലൂർ. കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള പുലാമന്തോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ വൻ തട്ടിപ്പ്. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്റ്റേഷനറി, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ നൽകിയതിന്റെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് 34 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിൽ. ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജിലുള്ള ദിവസവേതനക്കാരനായ കീഴാറ്റൂർ പട്ടിക്കാട് കരുവമ്പാറ കൊടുവായ്ക്കൽ KV വിനീതാണ് അറസ്റ്റിലായത്. പെരിന്തൽമണ്ണ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പ്രേംജിത്തിന്റെ മേൽനോട്ടത്തിൽ പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. 2022 ഒക്ടോബർ 1 മുതൽ 2025 ഏപ്രിൽ 11 വരെയുള്ള കാലയളവിൽ വിനീത് തട്ടിപ്പ് നടത്തിയതായി സമ്മതിച്ചു. പുലാമന്തോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജായി ദിവസവേതനത്തിൽ ജോലി ചെയ്തു വന്ന ഇയാൾ ക്രെഡിറ്റ് ബില്ലുകൾ ഉപയോഗിച്ചും സ്വന്തമായി വ്യാജ ബില്ലുകൾ നിർമ്മിച്ചുമാണ് തട്ടിപ്പ് നടത്തിയത്. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്റ്റേഷനറി, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ നൽകിയതിൽ ഗൂഗിൾ പേ വഴിയും നേരിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വഴിയും പ്രതി തന്റെ അക്കൗണ്ടുകളിലേക്ക് പണം കൈപ്പറ്റുകയായിരുന്നു. കൺസ്യൂമർ ഫെഡിന്റെ അക്കൗണ്ടിലേക്ക് ഈ തുക അടയ്ക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചു. മൊത്തം 34,67,432 രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. CCN പെരിന്തൽമണ്ണ. ഗായത്രിപ്പുഴയിൽ തരൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഭാരതപ്പുഴയിൽ കണ്ടെത്തി. പട്ടാമ്പി നിള ആശുപത്രിക്ക് പിന്നിൽ ഭാരതപ്പുഴയിലെ കടവിലാണ് മൃതദേഹം അടിഞ്ഞത്. കാവശ്ശേരി കഴനി കിഴക്കേപ്പാടം ശിവരാമന്റെയും ബിന്ദുവിന്റെയും മകൻ പ്രണവാണ് മരിച്ചത്. ആലത്തൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് BCom അവസാന വർഷ വിദ്യാർത്ഥിയാണ്. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് 4-നാണ് ഒഴുക്കിൽപ്പെട്ടത്. സംഭവ സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്ററിലേറെ മൃതദേഹം ഒഴുകിപ്പോയി. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് പാന്റ് ധരിച്ച് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. പ്രണവിനായി കരിങ്കുളങ്ങര, കുരുത്തിക്കോട് തടയണകളിൽ ദുരന്ത നിവാരണ സേന, സ്കൂബ ടീം എന്നിവ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കവെയാണ് പട്ടാമ്പിയിൽ മൃതദേഹം കണ്ടെത്തിയത്. പ്രണവിന്റെ അടുത്ത ബന്ധുവായ വിനോദും അപകട സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. കരിങ്കുളങ്ങരയിൽ തിരച്ചിൽ നടത്തിയിരുന്നിടത്തുണ്ടായിരുന്ന ആലത്തൂർ തഹസിൽദാർ K ശരവണൻ, തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E രമണി എന്നിവർ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പ്രണവിന്റെ മൃതദേഹം പോലീസ് പരിശോധനയ്ക്കു ശേഷം വ്യാഴാഴ്ച രാത്രി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കാവശ്ശേരി കഴനി കിഴക്കേപ്പാടത്തെ വീട്ടിലെത്തിച്ചു. CCN പട്ടാമ്പി. നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള മദീന റഹീം തട്ടുകടയിൽ മോഷണം. നറുക്കോട് പട്ടിശ്ശേരി വീട്ടിൽ അബൂബക്കർ, നിസാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് മോഷണം നടന്നത്. കടയുടെ പിറകുവശത്തെ ഗ്രില്ലിന്റെ അടിഭാഗം പൊളിച്ച നിലയിലാണ് കണ്ടത്. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. പരിശോധനയിൽ മേശയുടെ വലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിച്ചതായി കണ്ടെത്തി. കൂടാതെ മേശപ്പുറത്തുണ്ടായിരുന്ന നാട്ടൊരുമയുടെയും പാലിയേറ്റീവിന്റെയും ഹുണ്ടികപ്പെട്ടികളും മോഷ്ടാക്കൾ കൊണ്ടുപോയിരുന്നു. ഈ ഹുണ്ടികപ്പെട്ടികൾ സമീപത്തുള്ള പറമ്പിൽ പൊട്ടിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏകദേശം 6,000 രൂപയിലധികം നഷ്ടപ്പെട്ടതായി കടയുടമകൾ അറിയിച്ചു. സംഭവത്തിൽ നാട്ടുകൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ രാവിലെ വന്നപ്പോഴാണ് മോഷണം നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളത്. നമ്മൾ വന്ന് നോക്കിയപ്പോൾ ബാക്ക് ഡോറൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്തും മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളെന്തായാലും സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ മേശയും ഇതൊക്കെ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 6,000-7,000 റുപ്യോളം നമ്മൾ നഷ്ടം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ കടയുടെ സമീപത്തുള്ള 2 വീടുകളിൽ മോഷണം നടക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നാട്ടുകല്ലിൽ വർദ്ധിച്ചുവരുന്ന മോഷണങ്ങൾ പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCN ചത്തല്ലൂർ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സ്കൂളുകൾ ശ്രദ്ധിക്കണമെന്ന് നജീബ് കാന്തപുരം MLA.
പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ അക്കാദമി ഹാളിൽ നടന്ന മലപ്പുറം ജില്ലയിലെ CBSE കായിക അധ്യാപകർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇന്നത്തെ വിവരത്തെ വിവേചിക്കുക എന്നതാണ് ഈ പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥമാകുന്നത്. അപ്പോഴും സുപ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യം, ഓരോ കുട്ടിയുടെയും ഒരു വിദ്യാലയത്തിൽ നിന്ന് നേടേണ്ട അനിവാര്യമായ ക്വാളിറ്റിയും എബിലിറ്റിയും ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുന്ന ഒരു കാലമാണ് ഇനിയുള്ള കാലം എന്നതാണ് പ്രധാനം. ഇനി കുട്ടികൾക്ക് ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസികാരോഗ്യം കൂടി വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, നമ്മൾ മുതിർന്നവരിൽ മാത്രം കണ്ടുവരുന്ന ഒട്ടനവധി രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന സ്ട്രോക്കുകൾ ഉൾപ്പെടെ, സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന അവർക്ക് സിവിയറായിട്ടുള്ള കാർഡിയാക് പ്രോബ്ലംസ് ഉൾപ്പെടെ, പാനിക് അറ്റാക്ക് ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കും. മലപ്പുറം സെൻട്രൽ സഹോദയയാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപകർക്കായുള്ള പ്രഥമ ശുശ്രൂഷ, ബേസിക് ലൈഫ് സപ്പോർട്ട് വിഷയങ്ങളിലുള്ള പരിശീലന ശില്പശാലയ്ക്ക് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർമാരായ PN ഹാഫിസ്, ഡോക്ടർ റാസി, ഡോക്ടർ അഞ്ജിത, ഡോക്ടർ ആഷിഖ്, ഉസാമ എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിലെ 80 CBSE സ്കൂളുകളിൽ നിന്നുള്ള കായികാധ്യാപകർ ശില്പശാലയിൽ പങ്കെടുത്തു. മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻപീടിയേക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കിംസ് അൽ ഷിഫ വൈസ് ചെയർമാനും ISS പ്രസിഡന്റുമായ ഡോക്ടർ P. ഉണ്ണീൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലയിലെ CBSE സ്കൂളുകൾക്ക് കിംസ് അൽ ഷിഫ നൽകുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഡോക്ടർ P. ഉണ്ണീൻ നിർവഹിച്ചു. സഹോദയ ജനറൽ സെക്രട്ടറി CC അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ISS ജനറൽ സെക്രട്ടറി AV റഫീഖ്, കിംസ് അൽ ഷിഫ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഫാദർ ജീവൻ ജോസഫ്, K. റഫീഖ് മുഹമ്മദ്, T. അബ്ദുസമദ്, സെയ്താലിക്കുട്ടി മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സഹോദയ സ്പോർട്സ് കൺവീനർ KP ഫഹദ് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചെർപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ദിന റാലി നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മിഷൻ നശാമുക്ത കേരള എന്ന ആശയത്തിലൂന്നിയാണ് റാലി സംഘടിപ്പിച്ചത്. സ്കൂളിൽ സംഘടിപ്പിച്ച പ്രത്യേക അസംബ്ലിയിൽ കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽമാരായ KP ഇന്ദിര, CV അജിത, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KM സിന്ധു, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ട്രെയിനർമാരായ K. അജിത, PV രേഷ്മ, യോഗാധ്യാപകൻ A. ഹരികൃഷ്ണൻ, കായികാധ്യാപകൻ അജിത് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ E. വിനോദ് ബോധവൽക്കരണ ക്ലാസും നടത്തി. CCN ചെർപ്പുളശ്ശേരി. കരിങ്കലത്താണി ഗവൺമെന്റ് LP സ്കൂളിന്റെ മതിലിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക സൃഷ്ടിച്ചു. സ്കൂളിന്റെ കരിങ്കൽ മതിലിന്റെ ഇടയിലാണ് പാമ്പിനെ കണ്ടത്. വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന ഭാഗത്തായിരുന്നു ഇത്. PT പ്രസിഡന്റ് അഷറഫാണ് പാമ്പിനെ ആദ്യം കണ്ടത്. തുടർന്ന് വനം RRT അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. സ്കൂളിന്റെ മതിൽ പലയിടത്തും പൊളിഞ്ഞു കിടക്കുന്നത് പാമ്പുകൾക്കും മറ്റ് ഇഴജന്തുക്കൾക്കും സ്കൂൾ വളപ്പിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ വഴിയൊരുക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. മതിലിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തച്ചനാട്ടുകര പഞ്ചായത്ത് അധികൃതർക്കും MLAയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മതിലുകൾ നന്നാക്കി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. CCN ചത്തല്ലൂർ. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടന്നു. ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഓഫീസിലെ വിമുക്തി കോർഡിനേറ്റർ ജാക്സൺ സണ്ണി ഉദ്ഘാടനം ചെയ്തു.
പ്രധാനാധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ വിമുക്തി കൺവീനർ കെ അജിത് തമ്പാൻ സ്വാഗതവും ടി എസ് സഞ്ജീവ് നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസിന് ജാക്സൺ സണ്ണി നേതൃത്വം നൽകി. സൂംബ ഡാൻസ്, പ്രസംഗം, ഫ്ലാഷ് മോബ്, ലഹരി വിരുദ്ധ റാലി, പോസ്റ്റർ പ്രദർശനം എന്നിവയും നടത്തി. CCN കടമ്പഴിപ്പുറം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ റൺ ഫോർ സീറോ ഡ്രഗ്സ് എന്ന പേരിൽ മാരത്തോൺ സംഘടിപ്പിച്ചു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ എന്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി റൺ ഫോർ സീറോ ഡ്രഗ്സ് എന്ന പേരിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ പെരിന്തൽമണ്ണ ഷോറൂം മാരത്തോൺ സംഘടിപ്പിച്ചു. സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവിപത്തായ ലഹരിക്കെതിരെ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ കേരളത്തിലെ എല്ലാ ഔട്ട്ലെറ്റിലും മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ചടങ്ങിൽ പെരിന്തൽമണ്ണ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രസാദ് ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തി സംസാരിച്ചു. അങ്ങനെ ഇത്രയും ഇവിടെ 230ഓളം സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരിലൂടെ നമ്മളെ സന്ദേശം അവരുടെ കുടുംബങ്ങളിലേക്കും മറ്റ് സുഹൃത്തുക്കളിലേക്കൊക്കെ ആയിട്ട് വ്യാപിപ്പിക്കണം. അതേപോലെ എല്ലാ സ്ഥാപനവും കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് വ്യാപാരി വ്യവസായികൾ നടത്തുന്നത്, അതുപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങളും നടത്തുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. നമുക്ക് എത്രത്തോളം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മളിത് ഇതിന് തൊട്ട് മുന്നേ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കുട്ടികൾ വരെ സജീവമായിട്ട് ഇറങ്ങി ഈ ലഹരിക്കുള്ള പോരാട്ടം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുക. നമുക്ക് മുന്നേറാൻ കഴിയും, നമ്മൾ ഈ ലഹരിയിൽ നിന്ന് മുക്തരാവും എന്ന് നമുക്ക് ഉറപ്പുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന, സന്തോഷത്തോടു കൂടി നേരിടാൻ കഴിയുന്നൊരു സമയമാണ്. എന്ത് തന്നെയായാലും ഈ ഫാമിലിക്ക് എല്ലാ ആശംസകളും ഇങ്ങനത്തെ ഒരു സംഘടിപ്പിച്ച് മുന്നേറാൻ കഴിഞ്ഞതിന് ഞാൻ ആശംസിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും തോന്നട്ടെ ഓരോ വർഷം എന്നുള്ളത് തന്നെയാണ് വളരെ സന്തോഷം. AGM ഷാനവാസ് പരിപാടിക്ക് നന്ദി പറഞ്ഞു. മറ്റു മാനേജ്മെന്റ് അംഗങ്ങളും പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ലഹരിക്കെതിരെ സാമൂഹ്യ പ്രതിരോധം തീർക്കാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്ന് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി മരവട്ടം ഗ്രേസ് വാലി കോളേജിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് അധ്യക്ഷയായി. ഡെപ്യൂട്ടി DMO ഡോക്ടർ A ഷിപുലാൽ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M ഉസ്മാൻ ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി. NSS കോളേജ് യൂണിറ്റ് തയ്യാറാക്കിയ ബോധവൽക്കരണ ഡോക്യുമെന്ററി ജീവിതമാണ് ലഹരി പ്രദർശിപ്പിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടി. പച്ചനാട്ടുകര ചോളോടെ കുട്ടിയുടെ വീടും കുട്ടി പഠിച്ചിരുന്ന സ്കൂളും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ, പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള KK ഷാജ്, ലിജാരാജ് എന്നിവർ സന്ദർശിച്ചു. കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള പുലാമന്തോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ വൻ തട്ടിപ്പ്. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്റ്റേഷനറി, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ നൽകിയതിന്റെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് 34 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റ്. നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള മദീന റഹീം തട്ടുകടയിൽ മോഷണം. നറുക്കോട് പട്ടിശ്ശേരി വീട്ടിൽ അബൂബക്കർ, നിസാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് മോഷണം നടന്നത്. കടയുടെ പിറകുവശത്തെ ഗ്രില്ലിന്റെ അടിഭാഗം പൊളിച്ച നിലയിലാണ് കണ്ടത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.